ചെങ്കോട്ട സ്ഫോടനം നടത്തിയവർക്ക് മറ്റ് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നല്ലോ, ശരിയാണോ? അത് ശരിയാണ്. കാരണം ഒരു ആഗോള കോഫി ശൃംഖല, ഈ ശൃംഖലയെ തകർക്കാനായിട്ട് ലക്ഷ്യം വിട്ടു. അതിൻ്റെ പിന്നിൽ എന്താ കാര്യം എന്നറിയോ പ്രിയ? അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക, അതായത് ഈ കോഫി ശൃംഖലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു ജൂതനാണ്. അതായത് ജൂതന്മാരുടെ ഈ പറയുന്ന വലിയൊരു ശൃംഖലയെ, എനിക്ക് തോന്നുന്നു നെറ്റിൽ അടിച്ചു നോക്കുമ്പോൾ ജൂത പാരമ്പര്യം അല്ലെങ്കിൽ ജൂതന്മാർ ഹെഡായിട്ട് ഇരിക്കുന്നതിൽ ഒരു വലിയ ശൃംഖല എന്ന് പറയുന്നത് സ്റ്റാർബക്സ് ആണ്. മേ ബി ആയിരിക്കാം, അല്ലായിരിക്കാം, എന്നിരുന്നാൽ പോലും അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ജൂതന്മാരായിരുന്നല്ലോ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഒരു വിഭാഗം, ഒരു ഹെഡ് എന്ന് പറയുന്ന തലത്തിൽ, നേതൃതലത്തിൽ ഒരു ജൂതൻ ഇരുന്നിരുന്ന ഒരു ആഗോള കോഫി ശൃംഖല എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത് സ്റ്റാർബക്സ് ആണ്. ഈ സ്റ്റാർബക്സിന് നേരെ മുൻപും ഇത്തരത്തിൽ ആക്രമണത്തിനുള്ള സാധ്യതകൾ, ആക്രമണമൊക്കെ നേരിട്ടിട്ടുണ്ട് സ്റ്റാർബക്സ് എന്ന് പറയുന്ന കോഫി ശൃംഖല എന്ന് പറയുന്നത്. അത് നമ്മുടെ രാജ്യത്തല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഈ പറയുന്ന വലിയൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നെയാണിത്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരു കോഫി ശൃംഖലയല്ലേ അത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രശ്നം? ഇന്ത്യക്ക് മെട്രോപൊളിറ്റൻ സിറ്റികളിലെല്ലാം തന്നെ സ്റ്റാർബക്സിൻ്റെ വലിയ വലിയ ഷോപ്പുകളുണ്ട്. ഇതിലെല്ലാത്തിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റാർബക്സ് അല്ലെങ്കിൽ മാറ്റി വെക്കുക, ആഗോള കോഫി ശൃംഖല എന്തുമായിക്കോട്ടെ, ജൂതന്മാരെ ലക്ഷ്യമിടുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ ലക്ഷ്യമിടുന്നതിന് തുല്യം തന്നെയാണ്. ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇസ്രായേലിനെയും കണ്ടുകൂടാ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വാർത്താ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവരെല്ലാവരും പറയുന്നത് ആഗോള കോഫി ശൃംഖല എന്ന് മാത്രമാണ്. അപ്പോൾ അതായത് ഒരു ജൂത എക്സിക്യൂട്ടീവിൻ്റെ നേതൃത്വത്തിലാണ് ഇവർ വലിയ രീതിയിൽ ഈ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്തിരുന്നത് എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മാധ്യമങ്ങളിലും വരുമ്പോൾ എല്ലാവരും പേര് മറച്ചു വെച്ചുകൊണ്ടാണ്. പേര് മറച്ചു വെക്കുന്നത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. കാരണം ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ചില നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം സുദിയോ ബഹിഷ്കരണം നടന്നത് എന്തിനായിരുന്നു? അതിൽ ഇസ്രായേലിലേക്ക് ഇതുമൂലം പണം പോകുന്നുണ്ട്, ഇതുപയോഗിച്ച് ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കുന്നു, ഹമാസിനെ ആക്രമിക്കുന്നു എന്നത് തന്നെയായിരുന്നു ഇതിന് പിന്നിലുള്ള. ടാറ്റയ്ക്ക് കുറെ കമ്പനികളുണ്ട്. ആ കമ്പനികൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അത് പറയുന്ന പ്രതിരോധ കമ്പനികളൊക്കെ ഉണ്ട്, അതിൽ നിന്നൊക്കെയുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ടാറ്റയ്ക്കെതിരെ ആക്രമണം തുടങ്ങിയത്. അതുകൊണ്ടാണ് ടാറ്റയുടെ ഈ പറയുന്ന സ്ഥാപനമായ സുഡിയോയെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞ് ഇവർ ആഹ്വാനം നടത്തി. അതെ, അപ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യം വെക്കുന്നതിൻ്റെ ഒരു രീതി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ജമ്മു കാശ്മീരിൽ നിന്നുള്ള മുസമ്മിൽ അഹമ്മദ് ഗനായ്, ആദിൽ അഹമ്മദ് റാത്തർ എന്ന് പറയുന്ന 3 പേരുണ്ട്. 2 പേരുടെ പേരാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന 3 മെഡിക്കൽ പ്രൊഫഷണലുകളും ഉത്തർപ്രദേശിൽ നിന്നുള്ള ഷഹീൻ സായിദ് ഉൾപ്പെടെയാണ് 3 പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഉൾപ്പെടെ 8 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഒരു വിവരം ലഭിക്കുന്നത്. ഇതുവരെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഇവർ വലിയ രീതിയിലുള്ള ഒരു അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിനുള്ള പദ്ധതി തന്നെ ഒരുക്കമിട്ടിരുന്നു എന്നൊക്കെ പറയുമ്പോഴും എല്ലാവരും ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ രാജ്യത്തിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്പോട്ടുകൾ ഇവർ തിരഞ്ഞെടുത്ത് ഒരുപക്ഷെ ആക്രമിക്കാനായിരിക്കാം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ജൂത പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ജൂതന്മാർ നേതൃതലത്തിലിരിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു കോഫി ശൃംഖല ആക്രമിക്കുമ്പോൾ അത് ഇസ്രായേലിനെയും ഇന്ത്യക്കും ഇടയിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ, അതായത് സ്റ്റാർബക്സ് അല്ലെങ്കിൽ ഈ ഒരു കോഫി ശൃംഖല ഉള്ള എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റികളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പദ്ധതിയിടുമ്പോൾ അത് ഇന്ത്യക്ക് അടിയേക്കുന്ന തരത്തിലേക്ക് ആയിരിക്കണം എന്നുള്ളത് ഇവർക്ക് നിർബന്ധമുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. കാരണം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധമുണ്ട്. ഇസ്രായേലുമായിട്ട് ഏറ്റവും യോജിച്ചു പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അവരുടെ പല പോളിസികളും നമുക്കറിയാം. അവരും ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള പ്രതിരോധ നിർമ്മാണ രംഗത്ത് കൂടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലൊരു ജോയിന്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ ടാറ്റ, ഈ പറഞ്ഞ പോലെ ഇത് ടാറ്റയുടെ ആണ് കൂടി വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇന്ത്യയെ ഇല്ലാതെയാക്കുക, അതായത് പലതരത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്തി നമ്മളെ ഇന്ത്യക്കാരെ മുഴുവനും പാനിക്കാക്കുക,
ഭരണകൂടത്തെ പാനിക്കാക്കുക എന്നുള്ള തരത്തിൽ കൂടി ഇവർ പ്രവർത്തിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ഞെട്ടിക്കുന്ന വിവരം തന്നെയായി മാറുമ്പോൾ നമുക്ക് നോക്കാം, ഇതിനു മുമ്പ് സ്റ്റാർബക്സ് ഔട്ട്ലെറ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ 2016 സ്റ്റാർബക്സിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. അന്ന് സ്റ്റാർബക്സ് കഫേക്ക് നേരെ ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ട്, വെടിവയ്പ് ഉണ്ടാവുക കൂടി ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം, അന്ന് അവിടെ നടന്നതിൻ്റെ ഉത്തരവാദിത്തം ISIS ആണ് ഏറ്റെടുത്തത്. ISIS ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അടയാളമായി, ജൂതന്മാരുടെ അടയാളമായിട്ട് ഇതിനെ കാണുന്നത് കൊണ്ടാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ജിഹാദി ഗ്രൂപ്പുകളെല്ലാം തന്നെ സ്റ്റാർബക്സിനെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അടുത്തിടെയായിട്ട് ഇത്തരത്തിൽ സ്റ്റാർബക്സിനെ വീണ്ടും ലക്ഷ്യം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള കാരണം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റാർബക്സിനെ സംബന്ധിച്ചും വലിയ രീതിയിൽ ഇടിവുണ്ടാക്കുന്നുണ്ട്. ആക്രമണങ്ങൾ നടക്കാൻ ഇടയുള്ള ഒരിടത്ത് ആരും പോകില്ലല്ലോ. അവരുടെ പൊതുവായിട്ട് ഈ ആക്രമണം നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വിപണി മൂല്യത്തിൽ ഇവർക്ക് ഇടിവ് സംഭവിക്കുക കൂടി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും നോക്കൂ, ഏതെങ്കിലും ഒരു അറ്റാക്ക് നടത്തി അവിടെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഓരോ സ്ഥാപനത്തിന്റെ മൂല്യത്തെ കൂടി തകർക്കുന്ന രീതിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവരുടെ ഒരു നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പല രാജ്യങ്ങളിലും പ്രതിഷേധക്കാർ ഇത്തരത്തിൽ ജക്കാർത്തയിലൊക്കെ സംഭവിച്ചതുപോലെ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് പോലും സംഭവിക്കാൻ ഇടയുണ്ടാകുമായിരുന്നതുപോലെ സ്റ്റാർബക്സ് ഷോപ്പുകളുടെയൊക്കെ ആക്രമണത്തിന് മുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ചില്ലുകൾ തകർക്കുന്ന രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, മുദ്രാവാക്യങ്ങൾ ചുവരിൽ എഴുതി വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് രീതിയിലാണ് ഇന്ത്യയെ പൂർണ്ണമായിട്ടും തകർക്കാൻ കഴിയുന്നത്. അത് ഇസ്ലാമിസ്റ്റുകൾ, അത് ഏതൊരു സംഘടന, ഒരു ജക്കാർത്തയിൽ നടന്നത് ISISന്റെ നേതൃത്വത്തിലുള്ളതാണ്. ഇവിടെ ഇവർ നടത്താൻ നോക്കിയ ആക്രമണം എന്നുള്ളത് നമുക്കറിയാം, റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു, ഹമാസിന്റെ രീതിയിലുള്ള ആക്രമണമാണ് ഇവർ നടത്താൻ നോക്കിയത്. അപ്പോൾ ഏതൊരു ശൃംഖലയിലും ഒരിക്കൽ ഒരു ടോക്കിൽ പ്രിയൻ പറഞ്ഞിരുന്നു, ഈ ഗ്രൂപ്പുകൾ, ജിഹാദി ഗ്രൂപ്പുകൾ ഏത് രീതിയിലുള്ളതാണെങ്കിലും ഇവരെല്ലാം ഒന്നിപ്പിക്കുന്നത് ഒരേ ലക്ഷ്യമാണ്. അപ്പോൾ ഇവർ ഏത് രാജ്യത്തിരുന്ന് പ്രവർത്തിച്ചാലും ഈ ഏത് രാജ്യത്തിരുന്ന് പ്രവർത്തിക്കുന്ന ഓരോ ജിഹാദി സംഘടനയുടെയും സ്ലീപ്പർ സെൽസ് ഇന്ത്യയിലുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ള മുഖം നമുക്ക് മുമ്പിൽ തുറന്നു വരുന്നത്. നമ്മൾ വിചാരിക്കും ഇതങ്ങ് ആഫ്രിക്കയിലല്ലേ, അല്ലെങ്കിൽ ഇതങ്ങ് പലസ്തീനിലല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പേരുകളിൽ, അതായത് അവിടെ ഉണ്ടാകുന്ന പേരായിരിക്കില്ല ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവരുടെ ഈ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിന് ഇന്ത്യയിലുള്ളത്. അവർ വേറൊരു രീതിയിൽ തന്നെ പ്രവർത്തിക്കും. അവർ പലപ്പോഴും നമുക്കറിയാം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുഖം മറയാക്കിയിട്ടാണ് ഇതിന് ഒരു പരിധിവരെ ഒരു തടയിടാൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നത് നോട്ട് നിരോധനം വന്നപ്പോഴാണ്. കാരണം ഇവർക്ക് ഫണ്ട് ഒഴുകി വരാനില്ലാത്ത സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ അവരത് വേറെ പേരുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി, ഒരു യൂണിവേഴ്സിറ്റി മുഴുവനുമായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് വളർന്നു. ഇത് ആരറിഞ്ഞു? വിദ്യാഭ്യാസ സ്ഥാപനമായതുകൊണ്ട് ആരും അതിനെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതല്ലേ. അപ്പോൾ ഇതിനു മുമ്പുള്ള ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉടമസ്ഥന് നേരെ പലതരത്തിലുള്ള അന്വേഷണങ്ങളുമായിട്ട് വന്നിരുന്നുവെങ്കിലും അതൊന്നും പുറത്തേക്ക് വന്നിരുന്നില്ല. പക്ഷേ ചെങ്കോട്ട സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് കേന്ദ്രം അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്, കേന്ദ്രം കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നു, ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എത്രയോ യൂണിവേഴ്സിറ്റികൾ, കാസർഗോഡുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ കാര്യം നമുക്കറിയാം. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത്രയും ബൾക്ക് ഫണ്ട് വരുന്നത്? ഇതെങ്ങനെയാണ് യാതൊരു പിന്തുണയുമില്ലാതെ നടന്നു പോകുന്നത്? ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്വസ്ഥത തകർക്കുന്ന രീതിയിൽ ചില ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ്, ചിലത് എന്ന് പറയാൻ പോലും പറ്റില്ല, കാരണം ഒരുപക്ഷെ ഏതാണ്ട് പലതരത്തിലുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ എല്ലാം തന്നെ വേറൊരു വിഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് പറയണം, ഇതിനെല്ലാം
ഒരു താങ്ങൻ തണലുമായിട്ട്, അതായത് ഒരു ഫുൾ സപ്പോർട്ട് നൽകുന്ന രീതിയിൽ ചില ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതായത് ഒരു വിഭാഗം രാജ്യവിരുദ്ധർ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് ഇവർക്കെല്ലാം പിന്തുണ നൽകുന്നു എന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടലുണ്ടാകുന്നത്. നമുക്ക് ഇപ്പോൾ അത്ര ഞെട്ടൽ വരാനുള്ള സാധ്യത, കാരണം ഒരുവിധം ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം ആഴത്തിൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. അവരെല്ലാം കൃത്യമായിട്ട് വിവരങ്ങൾ ഇത്തരത്തിലുള്ള ഏജൻസികൾക്ക് കൈമാറുക കൂടെ ചെയ്യുന്നുണ്ട്. എന്തായാലും സ്റ്റാർബക്സ് പോലെ ഒരു ജൂതൻ നേതൃസ്ഥാനത്തിരിക്കുന്ന വലിയൊരു ആഗോള കോഫി ബ്രാൻഡ് ശൃംഖലയ്ക്ക് നേരെ കൂടി ഈ ഭീകരന്മാർ ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ട് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് നൽകേണ്ടത്. അതിന് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനകത്തേക്ക് വരും. ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയത്ത് നിങ്ങളിലേക്ക് എത്തും. ലൈക്ക് ചെയ്യുക, വീഡിയോകളിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.